പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവ്യ അൾത്താരയിൽ വന്നതെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യമേകുവാൻ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ 2022 ജൂൺ 3-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ജിസ. ഞാൻ ചമ്പക്കുളം പുല്ലങ്ങടി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിപ്പം UK വർക്ക് ചെയ്യുന്നു. ഞാൻ 2022 ജൂൺ 3-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓൾറെഡി IELTS എക്സാം എഴുതിയിരുന്നു. കുറേ ലോങ് ടൈം ഞാൻ പഠിക്കുന്നതിലൊക്കെ പഠിത്തമൊക്കെ അറ്റൻഡ് ചെയ്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 1 മാസത്തെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് എക്സാം എഴുതിയത്. അതുകൊണ്ട് എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എനിക്ക് കുറേ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ആൻസേഴ്സ് മിസ്സായി. അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു എങ്ങനെയാണേലും എനിക്ക് ആ എക്സാം എനിക്ക് കിട്ടത്തില്ല, സ്കോർ എനിക്ക് ഇനഫായിട്ടുള്ളത് കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് വേണ്ട സ്കോർ എനിക്ക് തരണം. ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ മാത്രമേ ഞാൻ റിസൾട്ട് നോക്കത്തുള്ളൂ. കാരണം 3-ാം തീയതി എൻ്റെ റിസൾട്ട് വരുമായിരുന്നു. അപ്പം തിരിച്ചു പോകുന്ന വഴി മാത്രമേ ഞാൻ റിസൾട്ട് നോക്കത്തുള്ളൂ. അമ്മ എനിക്ക് വേണ്ട സ്കോർ തരണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്തു. കൃത്യം എനിക്ക് വേണ്ട സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ അതിനുശേഷം UK പ്രോസസ്സിങ് പെട്ടെന്ന് തന്നെ നടന്നു. ഞാൻ സെപ്റ്റംബർ 17-ാം തീയതി UK പോയി. അവിടെ ചെന്ന് എനിക്ക് ജോലിയായിട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവാൻ പറ്റി. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വീടുകൾ നോക്കി, പല വ്യൂവിങ് കിട്ടി. പക്ഷേ എനിക്കൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു വ്യൂവിങ് കിട്ടി. അപ്പം ഞാൻ വ്യൂവിങ്ങിൻ്റെ തലേദിവസം പോയി ആ വീടിൻ്റെ വാതിക്കൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ പിറ്റേ ദിവസം വ്യൂവിങ്ങിന് പോയി. പക്ഷേ എനിക്ക് ആ വീട് കിട്ടിയില്ല. അപ്പം ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ആക്ച്വലി. പിന്നെ ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ഇഷ്ടം അതല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് തരാഞ്ഞത് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് വേറൊരു വ്യൂവിങ് കിട്ടി. അപ്പം ഞാനും എൻ്റെ കസിൻ ബ്രദറും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ വ്യൂവിങ്ങിന് പോയി. അവിടെ ചെന്ന് നല്ലൊരു വീടായിരുന്നു. തലേദിവസം കണ്ടതിനേക്കാളും 100 പൗണ്ട് കുറവുള്ള ഒരു അക്കോമഡേഷനായിരുന്നു, ഒരു വീടായിരുന്നു. അപ്പം അവിടെ ചെന്ന് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട്, നമ്മൾ UK അനുസരിച്ചിട്ടുള്ള ഒരു ഗുഡ്സ് മുറികൾ അങ്ങനെയൊന്നുമല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജോലി സ്ഥലത്തേക്കും കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കും ഒക്കെ നടന്നു പോകാനുള്ള ദൂരം മാത്രമുള്ള ഏറ്റവും നല്ലൊരു ഭവനം, നല്ലൊരു വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ CBT OSCE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് CBT ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. CBTക്ക് 2 പാർട്ടാണ് ഉള്ളത് എക്സാമിനേഷൻ. അപ്പം ഫസ്റ്റ് പാർട്ടിൽ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. അപ്പം കാൽക്കുലേഷൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു 15 ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളൂ. അതെനിക്ക് പ്രിപ്പയർ ചെയ്തു. നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അതെനിക്ക് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. പിന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ മൊത്തം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചാലും തീരത്തില്ല, അങ്ങനത്തെ അത്രയുണ്ട്. അപ്പം പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് പാർട്ട് 1 ഞാൻ ഫെയിലായി. പാർട്ട് 2, അതായത് പാർട്ട് 1 ഞാൻ എക്സാം എഴുതിയിട്ടും ഞാൻ പിന്നെ റിവ്യൂ ചെയ്ത് നോക്കി എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റാണോ, ആൻസേഴ്സ് എല്ലാം കറക്റ്റാണോ, എനിക്ക് പക്കയായിരുന്നു ഞാൻ ജയിക്കുമെന്നുള്ളത്. പക്ഷേ ഞാൻ പാർട്ട് 1 ഫെയിലായി. പാർട്ട് 2 എനിക്ക് മാതാവ് പാസ്സാക്കി തന്നു. അതിന് മാതാവിൻ്റെ എത്ര എനിക്ക് നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം എനിക്ക് പാർട്ട് 2 നമ്മൾ പഠിച്ചാലും തീരാത്ത പോലെ എത്രയുണ്ട്, അതെനിക്ക് മാതാവ് നേടിത്തന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ മെറിറ്റിൽ എൻ്റെ മെറിറ്റാണെന്ന് ഞാൻ ഒരിക്കലും കരുതരുത്. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് കിട്ടിയതാണ് അതെന്ന് എന്നോട് ചുറ്റും നിൽക്കുന്നവർക്കും അത് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് മാതാവ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതിന് ശേഷം പാർട്ട് 1 ഫെയിലായത് ഞാൻ റീസിറ്റിന് വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പോൾ റീസിറ്റിന് ഞാൻ എക്സാമിന് പോകുന്ന വഴി ഞാൻ ട്രെയിനിനായിരുന്നു പോകേണ്ടിയിരുന്നത്. ട്രെയിനിന് പോകുന്ന വഴി ഞാൻ വെളിയിലേക്ക് നോക്കുമ്പം ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് എവിടെ യാത്ര ചെയ്താലും ഞാൻ ജപമാല
എത്തിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. പോകുന്ന വഴി ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മാതാവ് മഴവില്ല് കാണിച്ചു തന്നു. അപ്പം എനിക്ക് ഉറപ്പായി എനിക്ക് ഈ എക്സാം കിട്ടും, ഞാൻ പാസ്സാവും, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പ് മാതാവ് എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു, അത് ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ ഓസ്കി എക്സാമിന് ഡേറ്റ് എടുത്തു. ഓസ്കി കുറേ ട്രെയിനിങ്ങുകളുണ്ട്, നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് എടുത്തു. അപ്പോൾ എക്സാമിന് കുറച്ച് ദിവസം മുമ്പേ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. അതായത് നാസോഗ്യാസ്ട്രിക് ട്യൂബിൻ്റെ ആ ഒരു സ്കിൽ സ്റ്റേഷൻ്റെ പിക്ചർ ഞങ്ങളുടെ പുസ്തകത്തിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന ഒരു പിക്ചർ, അത് ഞാൻ സ്വപ്നം കാണുവാണ്. പിറ്റേ ദിവസം ഞാൻ അതെൻ്റെ മൈൻഡിലുണ്ട്. ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് ചിലപ്പോൾ അത് ആ ഒരു സ്റ്റേഷൻ എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ എനിക്കത് കാണിച്ചു തന്നെ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം ഓൺലൈൻ ട്രെയിനിങ് തീരാറായപ്പോഴേക്കും നമുക്ക് ഈ എക്സാം സ്കിൽ സ്റ്റേഷൻ 10 സ്റ്റേഷൻസാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റേഷൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. അപ്പോൾ അതിൽ സ്കിൽ സ്റ്റേഷൻ ഞാനിങ്ങനെ എല്ലാ ലിസ്റ്റുകളും ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഞാൻ സ്വപ്നം കണ്ട ആ സ്കിൽ സ്റ്റേഷൻ്റെ ആ ഒരു സ്റ്റേഷൻ ഒരൊറ്റ ലിസ്റ്റിൽ മാത്രമേ അതുള്ളൂ. 8 ലിസ്റ്റുണ്ട്, അതിൽ ഒറ്റ ലിസ്റ്റിൽ മാത്രമേ അതുള്ളൂ. അപ്പം എനിക്ക് ഉറപ്പായി മാതാവ് എനിക്കത് കാണിച്ചു തന്നത് എനിക്കത് തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആ സ്റ്റേഷൻ്റെ വേറൊരു ലിസ്റ്റിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ കൺഫ്യൂസ്ഡ് ആയേനെ. പക്ഷേ ആ ഒരു സ്റ്റേഷൻ ഒറ്റ ലിസ്റ്റിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ ആ ലിസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഓസ്കി എക്സാമിന് ചെന്നു. എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പോയി. ജപമാലയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ അസിസ്റ്ററിനോട് ചോദിച്ചപ്പം കുഴപ്പമില്ല, പോക്കറ്റിലിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് പോയി ഓസ്കി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേഷനിൽ ചെന്നു. അപ്പം ആദ്യത്തെ സെനാരിയോ കിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ സെയിം ലിസ്റ്റ് ഓഫ് സ്റ്റേഷൻസാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന്. അപ്പം ഓരോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടും നമുക്ക് റൂമിന് വെളിയിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് ഇരിക്കാം. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഞാൻ വെളിയിൽ ഇറങ്ങിയിരിക്കും. ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫുള്ള് ചൊല്ലി കഴിയുന്ന കൃത്യസമയം അത് കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റേഷൻ അവർ വിളിക്കും. നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കും. ഞാൻ പറയും റെഡിയാണെന്ന് പറയും, പോകുന്നോളം പറയും. അങ്ങനെ ഓരോ സ്റ്റേഷനും കഴിഞ്ഞു. അപ്പം എനിക്ക് ഓൾറെഡി ഈ സ്വപ്നം കണ്ടിരുന്നത് കാരണം എനിക്കറിയാം ആ ലിസ്റ്റിൽ ഏതൊക്കെയാണ് നെക്സ്റ്റ് എനിക്ക് എന്ത് സ്റ്റേഷനാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അല്ലാത്തൊരു കണ്ടീഷനായാലും നമുക്ക് ടെൻഷനായിരിക്കും, ഇനി അടുത്ത സ്റ്റേഷൻ എന്താവും എന്നുള്ളൊരു. പക്ഷേ എനിക്കറിയാമായിരുന്നു എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന്. അങ്ങനെ വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അതിൽ 2 സ്റ്റേഷൻ ഞാൻ ഫെയിലായി. പക്ഷേ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായ ഒരുപക്ഷെ ഞാൻ മനസ്സിൽ അഹങ്കരിച്ചേക്കാം. ഞാൻ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ജയിച്ചല്ലോ എന്ന ഞാൻ വിശ്വസിച്ചില്ല, അല്ല ഞാൻ ചിന്തിച്ചില്ലെങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്നവരെങ്കിലും അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചു പോകും. അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജയിച്ചല്ലോ, അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ അതിനിടവരാതെ എനിക്ക് ഫെയിലായതിൽ യാതൊരു സങ്കടവും ഇല്ല. ഞാൻ ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞു. തേർഡ് സ്റ്റേഷൻ ആയപ്പോൾ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഫെയിലാകും. കാരണം ഞാൻ ഒരു ന്യൂസ് 2 എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ. അതിൽ ഒരു സ്കോർ ഞാൻ എഴുതിയത് തെറ്റായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഫെയിലാകും എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഓസ്കിയിൽ ഞാൻ 2 സ്റ്റേഷൻ ഫെയിലായി. അതിനുശേഷം ഞാൻ റീസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാതാവ് ശരിക്കും ഇതുപോലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പും കഴിച്ചിട്ടൊക്കെ ഞാൻ എക്സാമിന് കയറി. മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ടൈമിൽ എനിക്ക് പാസ്സാകാൻ പറ്റി. അതിനുശേഷം നമുക്ക് ID ചെക്ക് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ID ചെക്കിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്യണം. കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് എനിക്കില്ലായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി.
അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ ഏജൻസി വഴിയൊക്കെ ട്രൈ ചെയ്തു, എന്നിട്ടും പറ്റിയില്ല. പിന്നെ ഞാൻ പല കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഉണ്ട്, അത് വെച്ചാൽ മതിയായിരിക്കും എന്ന്. എന്നാലും അത് 100% അല്ല, അത് വെച്ച് നോക്കാം എന്നുള്ള ഇതിൽ ട്രാൻസ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഞാൻ പോയി. അപ്പോൾ കുറേ സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഇൻ കേസ് അത് അവർ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂളെല്ലാം നിർത്തിപ്പോയി. ഞാൻ ആന്ധ്രയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ സ്കൂളെല്ലാം നിർത്തിപ്പോയി. അപ്പം യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, എളുപ്പം നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഞാൻ ID ചെക്കിന് ചെന്നപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ വാങ്ങിച്ച് ജസ്റ്റ് എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എൻ്റെ പാസ്പോർട്ടും മാത്രം അവർ വാങ്ങിച്ചുള്ളൂ. ഞാൻ അങ്ങോട്ട് എടുത്ത് ചോദിച്ചു, ഇത് വേണ്ടേ, ഇത് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം അവർ വാങ്ങിച്ചു, പാസ്പോർട്ടും വാങ്ങിച്ചു. ID ചെക്ക് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത്ഭുതം എന്ന് പറയുന്നത്, എനിക്ക് ശേഷം ചെന്ന കുട്ടികൾക്ക് അവർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പം അവിടെയാണ് മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഏറെ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ യാതൊരു മാർഗവും എനിക്കില്ല. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ആ ഒരു കടമയും കടക്കാൻ പറ്റി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുശേഷം ID ചെക്കിന് ശേഷം സാധാരണ എല്ലാവർക്കും ഒരു 28 ദിവസം കൊണ്ടൊക്കെയാണ് പിൻ നമ്പർ കിട്ടുന്നത്. പക്ഷേ എനിക്ക് വിതിൻ 5 days എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടി. ഏപ്രിൽ 28-ാം തീയതി എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടി. അപ്പം അതിനുശേഷം ജൂലൈയിൽ എൻ്റെ വിസ പുതുക്കുന്ന സമയമായി. ആ സമയമാകുമ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്തിരുന്ന HCI ആയിട്ടാണ്. അപ്പം ഞാൻ അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് തന്നെ എനിക്ക് നേഴ്സിൻ്റെ വിസയായിട്ട് സ്വിച്ച് ചെയ്ത് തരാമോ, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കും. പലവട്ടം ഞാൻ മാനേജറിനോട് ചോദിച്ചു. അപ്പോഴെല്ലാം അവർ വേക്കൻസി ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം കൂടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാതാവേ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വിസ പുതുക്കുന്നതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ ഫില്ല് ചെയ്ത് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്ന അന്ന് രാവിലെ ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് മെയിൽ ചെയ്യുക. അതായത് ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ വേറെ ഹോമിൽ നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം അവിടെ കിട്ടുമോ, അവിടേക്ക് നേഴ്സിൻ്റെ വിസ സ്വിച്ച് ചെയ്ത് തരുമോ എന്ന് നീ ഒന്ന് ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ HR-ന് മെയിൽ ചെയ്തു. എനിക്ക് ഇതുപോലെ അവിടോട്ട് എനിക്ക് നേഴ്സിൻ്റെ വിസ എനിക്ക് സ്വിച്ച് ചെയ്ത് തരുമോ എന്ന് മെയിൽ വിട്ടു. അപ്പോൾ HR തിരിച്ച് ഞങ്ങളുടെ മാനേജറിന് മെയിൽ വിട്ടു. എനിക്ക് ഇവിടെ തന്നെ 3 വർഷം പരിചയമുള്ളതല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ എനിക്ക് നേഴ്സിൻ്റെ ഇതായിട്ട് വിസ വേക്കൻസിയിൽ എന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മാനേജറിന് മെയിൽ വിട്ടു അവർ. അപ്പം ഞാൻ സെയിം വർക്ക് ചെയ്തിരുന്ന 48 hours എനിക്ക് സെയിം നേഴ്സായിട്ട് തന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാനിപ്പോൾ സെയിം തന്നെ 48 hours തന്നെ ചെയ്തിരുന്ന പ്ലേസിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ വിസ പുതുക്കുന്ന സമയത്ത് വിസ എല്ലാം ആയി റിന്യൂ ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞ് ജോലി നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ ലാസ്റ്റ് നിമിഷമാണ് എനിക്ക് അങ്ങനെ ഒരു മെയിൽ വിടാൻ തോന്നിയതും. അത് മാതാവ് പ്രചോദിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം വിസയൊന്നും ഒരിടത്തും COS കൊടുക്കുന്നില്ല. നേഴ്സായിട്ടുള്ളതാണേലും ഒന്നും UK നിയമങ്ങൾ ഒത്തിരി ചേഞ്ചസ് ആയി. അങ്ങനെ എനിക്കിപ്പം ഇപ്പം പോലും അവിടെ കയറാൻ പറ്റുമായിരുന്നില്ല. ലാസ്റ്റ് സെക്കൻഡിലാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.
അങ്ങനെ ഞാനിപ്പം അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ല. ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 2 പ്രാവശ്യം IELTS എഴുതിയതാണ്. പക്ഷേ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഫെയിലായി. അങ്ങനെ ആ മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്ന് UK പോകാനും ഈ ഒരു ഇങ്ങനെ എക്സാം അവിടെ ചെന്ന് എക്സാം എഴുതി പാസ്സാവാനും ഒക്കെ പറ്റിയത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പം നമുക്കവിടെ പുറത്തൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും കാത്തലിക്സ് ഒന്നുമല്ല, ചിലർ വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ കാത്തലിക് ചർച്ചിൽ പോകുമ്പോൾ അവർക്ക് പത്രം വിതരണം ചെയ്യും, അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കേരളത്തിലെ എൻ്റെ പ്ലേസിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, മാതാവ് കൊടുത്ത് മാതാവ് അച്ഛനോട് സംസാരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവർക്ക് വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവിടുത്തേരെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്രമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ 2 കൈ നീട്ടി അവർ സ്വീകരിക്കുന്നത്. അവർക്ക് ഒരിക്കൽ പോലും എനിക്കൊരു ഡിനയൽ കിട്ടിയിട്ടില്ല ആരുടെ അടുത്തൊന്നും. കാരണം അവർക്ക് കൊടുക്കും, നമ്മൾ മലയാളികൾ വാങ്ങിക്കുന്നതിലും കൂടുതൽ ആദരവോടെയാണ് അവർ വാങ്ങിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കൂടും, സാക്ഷ്യങ്ങൾ കൂടും, സ്റ്റാറ്റസ് ഇടും, വാട്സപ്പിലും എൻ്റെ ഫ്രണ്ട്സിനും അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഡെയിലി ബ്രെഡ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കൂടും. അച്ഛൻ്റെ ധ്യാനം ഒരാഴ്ച പോലും മുടക്കത്തില്ല. എനിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വരുന്ന ഓഫ് ഡേയിൽ ഞാൻ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ധ്യാനം കൂടും, ഷെയർ ചെയ്യും. പിന്നെ ബൈബിൾ വായന കൃത്യമായിട്ട് 1 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ജപമാല ചെല്ലാനും ഞാൻ ഇവിടെ കൂടുതൽ സമയം കിട്ടിയാൽ ഞാൻ ജപമാല ചെല്ലാൻ ഞാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലൊരു അനാഥ മന്ദിരത്തിൽ കൃത്യമായിട്ട് റെഗുലർ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രോഗികളായിട്ട് വീട്ടിൽ അച്ചാച്ചനമ്മച്ചി അവരാരെങ്കിലും പറഞ്ഞ് ആരെങ്കിലും രോഗികളോ അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ അവർ ചാരിറ്റി ബോക്സ് വെച്ചിരിക്കും ഫുഡിൻ്റെ. അപ്പം നമ്മളത് റെഗുലറായിട്ട് ചാരിറ്റി ഇടാറുണ്ട്. എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് ചാരിറ്റി ബോക്സിലിടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ. ഉടമ്പടിയിൽ വന്നതിൽ ശേഷം കൂടുതൽ ആത്മീയമായി കൃത്യമായിട്ടും ജപമാല എത്തിക്കാനും കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യാനും കുടുംബത്തോടിരുന്ന് ജപമാല ചെല്ലാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതിനൊക്കെ കൂടുതൽ അനുഗ്രഹം മാതാവ് തന്നു എന്ന് തന്നെ വിചാരിക്കണം. ഒരു കാര്യം കൂടെ, അതായത് ഞാനിപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഞാൻ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ 2 കൈയിലും 2 ചെവിയിലും 2 കണ്ണിലും നാവിൻ തുമ്പിലും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. കാരണം UK നിയമങ്ങളെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ നിയമമാണ്. പെട്ടെന്ന് നമുക്ക് വിചാരിക്കാത്ത സമയത്തായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് കാരണം ശരിക്കും പൂർണ്ണമായിട്ടും ഈശോയ്ക്കും മാതാവിന് സമർപ്പിച്ചാണ് ഞാൻ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടി കയറി ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് മാതാവിന് ആ ദിവസം മുഴുവൻ സമർപ്പിച്ചിട്ടാണ് എൻ്റെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി ചെയ്യുന്നത്. അതുപോലെ നേഴ്സായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട് ചെയ്യാൻ. എനിക്ക് കമ്പ്യൂട്ടർ അത്ര വശമല്ലായിരുന്നു, ടൈപ്പിങ്ങിനൊക്കെ ആണെങ്കിലും സ്പീഡ് കുറവായിരുന്നു. അപ്പം ഞാൻ കീബോർഡിൽ ഉപ്പിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇപ്പം ഒത്തിരി എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയി. അത് എനിക്ക് തന്നെ ചില സമയം ഞാൻ തന്നെ അതിശയിച്ചു പോകും. ഞാൻ ടൈപ്പ് ചെയ്യുന്ന സ്പീഡും അങ്ങനെയൊക്കെ എനിക്ക് ചിലതൊക്കെ ചെയ്യുമ്പം ദൈവമേ എനിക്കിത് അറിയാമായിരുന്നു, എന്ത് സ്പീഡായി എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ തന്നെ ചിലപ്പം അതിശയിച്ചു പോയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാതാവ് എൻ്റെ ജീവിതത്തിലുടനീളം ഈ 3-4 വർഷമായിട്ട് ഓരോ ദിവസവും മാതാവിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിച്ചതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈശോയുടെ കൂടെ മാതാവിനോടൊത്ത് ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരെയും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. തളരുന്ന നിമിഷങ്ങളിൽ ക്ഷീണിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ശക്തിയുമാണ് ഈ മോൾക്ക് ഉടമ്പടിയിൽ ഈശോയും അമ്മയും പകർന്നു കൊടുത്തത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് പറയുന്നതും ഉടമ്പടിയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും തകരാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മോളുടെ ജീവിതത്തിലും ഈ പരീക്ഷകളെല്ലാം നടക്കുമ്പോഴെല്ലാം ഈശോയുടെ ഉമ്മടി ചേർന്ന് നിന്നുകൊണ്ട് എന്തു തന്നെ വന്നാലും എൻ്റെ നല്ലതിനാണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഉടമ്പടിയിലാണല്ലോ, എന്താണ് നല്ലതെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും പറയാം. അമ്മയ്ക്ക് അവർക്കൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി അനുസരിച്ച് എൻ്റെ നന്മയ്ക്കായി എല്ലാം നൽകുമെന്നുള്ള ഉറപ്പോടെയാണ് ഈ മകൾ ഓരോ പരീക്ഷ എഴുതാനും പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതുതന്നെയാണ്, മനുഷ്യശക്തി തളരുമ്പോഴാണ് ദൈവശക്തി നമ്മെ ഉയർത്തുന്നത്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ആ ദൈവിക ശക്തിയാണ്, പറന്നുയരാനുള്ള ആ ശക്തി. തളരാതെ നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോൾ നാം മോടിയിലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജിസാമോൾ ജോർജിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.